അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പാലക്കാട് നഗരമധ്യത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒരു ഇത്താത്തയുടെ നമസ്കാരം. അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാണ്. ചില ആളുകൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനും സമൂഹത്തിനിടയിൽ ഛിദ്രത ഉണ്ടാക്കാനും ഒരു കമ്മ്യൂണൽ വയലേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിലുള്ളൊരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നാലും മനസ്സിലാക്കുന്നത് ഈ സ്ത്രീ കോയമ്പത്തൂർ സ്വദേശിയാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് പാലക്കാട് കൊല്ലങ്കോടുള്ള അവരുടെ ബന്ധുക്കളുടെ സ്വത്ത് തർക്കമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിൽ പരിഹാരം കാണാത്തതിൻ്റെ പേരിലുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന തെറ്റായ ഒരു പ്രതിഷേധ രീതിയാണ് അത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ സിവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ വളരെ തെറ്റായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം നടത്തി അതിലൂടെ രാഷ്ട്രീയ സംഘടന ലാഭങ്ങൾ കൊയ്യുക, അതാണ് അവരുദ്ദേശിക്കുന്നത്. മതേതര വിശ്വാസങ്ങളിൽ കൃത്യമായി വിശ്വസിക്കുന്നവരും ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളാരും ഇത്തരത്തിലുള്ള വഞ്ചനകളിൽ, തെറ്റായ വ്യാജ പ്രചരണങ്ങളിൽ നമ്മൾ ഒരിക്കലും വീണു പോകരുത്, തലവെച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏത് സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തിരക്കുള്ള ഒരു നടു റോട്ടിൽ വെച്ച് ഒരാൾ മുസല്ല എടുത്തിട്ടോ മറ്റോ നിസ്കാരപ്പായ എടുത്തിട്ട് നിസ്കരിക്കുമോ? അത് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്കും ഒരാളെ ബുദ്ധി അംഗീകരിക്കില്ല. അത് പിന്നെ അതിനെ അത്തരത്തിൽ വർഗീയമായി മതഭ്രാന്തായി ചിത്രീകരിക്കുന്നവരെ അവരുടെ മനോഭാവത്തെയാണ് പ്രശ്നം, അല്ലാതെ ആ ചെയ്ത സ്ത്രീക്കല്ല പ്രശ്നം. ഒന്നിരിക്കും അതിന് മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള അവരുടെ പ്രശ്നങ്ങൾ, ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിയമപാലകർ സന്നദ്ധരല്ലാത്തതിൻ്റെ പേരിലുള്ള ആ സ്ത്രീക്ക് അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധം. ഇത്രയായിട്ട് ഇപ്പോൾ അതിന് കാണാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന കുറേ ആളുകൾ, അവർക്ക് ലക്ഷ്യം മുതലെടുപ്പാണ്. അപ്പോൾ നമ്മളതിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുക. മതേതരത്വം വിജയിക്കട്ടെ.